പാലക്കാട്ട് കടുവ സെൻസസിനിടെ കാണാതായ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത്. സെൻസസിനിടെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് കാളിമുത്തുവിനെ കാണാതായിരുന്നു. RRT നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇദ്ദേഹത്തിനൊപ്പം ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഓടി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, അട്ടപ്പാടി പുതൂർ മുള്ളി വനമേഖലയിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നത്. രാവിലെ 7 മണിയോടെയായിരുന്നു കാളിമുത്തുവും മറ്റു 2 പേരും 3 പേരടങ്ങുന്ന സംഘം, അച്യുതൻ, കണ്ണൻ എന്നിങ്ങനെ 3 പേരടങ്ങുന്ന സംഘം ഈ മുള്ളി വനമേഖലയിലെ 12ാം ബ്ലോക്കിൽ കടുവ സെൻസസിന് വേണ്ടി പോയത്. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ മടങ്ങി വരുന്നതിനിടയിലാണ് മൂവരും കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത്. കാട്ടാനയെ കണ്ട് മൂവരും പരിഭ്രാന്തരായി ഓടി. 3 വഴിക്കോടി ഈ അച്യുതൻ ഈ കാട്ടാനയെ കണ്ട് നിലത്ത് വീണു. അച്യുതന് മുകളിൽ കൂടി കടന്നു ചെന്നാണ് ഈ കാളിമുത്തുവിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് മൂവരും 3 വഴിക്കായതിനാൽ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ രക്ഷപ്പെട്ട 2 പേരും കണ്ണനും അച്യുതനും ചേർന്ന് RRT സംഘത്തെ വിവരമറിയിച്ച് പിന്നീട് RRT സംഘം പരിശോധന നടത്തുന്ന സമയത്താണ് മുള്ളി വനമേഖലയിൽ ഒരു മരത്തിനോട് ചേർന്ന് അതിന്റെ പുറകുവശത്തായിട്ട് കാളിമുത്തു മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് തന്നെ പുതൂർ മേഖലയിൽ തന്നെ ഒരു 5-അംഗ സംഘം കാടിനകത്ത് കടുവ സെൻസസിന് പോയ സമയത്ത് ഒറ്റപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 18 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കാടിനകത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും അവർക്കുണ്ട്. ഫോണിന് റേഞ്ച് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്, പരിചിതമല്ലാത്ത മേഖലയുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഈ പറയുന്ന വനപാലകർ അല്ലെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ, വാച്ചർമാർ ഇതിനുവേണ്ടി ദൗത്യത്തിൽ ഏർപ്പെടുന്ന സംഘങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും കാളിമുത്തു ദാരുണമായ ഒരു സംഭവത്തിൽ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. 52 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. നെല്ലിപ്പതി സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനുജ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് കടുവ സെൻസസിനിടെ കാട്ടാന ആക്രമണത്തിൽ പാലക്കാട്ട് മരണമടഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.